മലങ്കര സഭയുടെ സുപ്രീം കോടതി അംഗീകരിച്ച 1934 ഭരണഘടന പാളയം സെന്റ് ജോർജ് ഇടവകയ്ക്ക് ബാധകമല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നത് ആ പള്ളിയിലെ തന്നെ ഒരു വിഭാഗം വിശ്വാസികളാണ്. പള്ളി ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നടപടികളാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം. പള്ളി പുതുക്കി പണിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോ പ്ലാനോ എസ്റ്റിമേറ്റോ ഇതുവരെ യോഗത്തിൽ അവതരിപ്പിക്കുകയോ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല. പള്ളി പുതുക്കി പണിയണമെന്നുള്ള ഒരു തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്ലാനും എസ്റ്റിമേറ്റും പൊതുയോഗത്തിൽ ചർച്ച ചെയ്യണമെന്നും ഭദ്രാസന മെത്രാപ്പൊലീത്തയുടെയും മലങ്കര മെത്രാപ്പൊലീത്തയുടെയും അനുവാദം വാങ്ങിയിരിക്കണമെന്നും പൊതുയോഗത്തിൽ വിശ്വാസികൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതുവരെയും ഭരണസമിതി അത് ചെയ്തിട്ടില്ല. മാത്യൂസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത 1843 സ്വന്തം പേരിൽ വാങ്ങിയ സ്ഥലം അദ്ദേഹം കാലം ചെയ്ത ശേഷം മാർത്തോമ സഭ അവകാശവാദവുമായി കോടതിയിൽ പോയി. ആദ്യം മലങ്കര സഭ തോറ്റുവെങ്കിലും ആലപ്പുഴയിലുള്ള റോയൽ കോടതി വിധി പ്രകാരം മലങ്കര സഭാ തലവനായ മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് ലഭിച്ച എ ഷെഡ്യൂളിൽപ്പെട്ട വസ്തുവാണ് പള്ളി നിൽക്കുന്ന സ്ഥലവും മാർ ബസേലിയസ് സ്മാരക മന്ദിരം നിൽക്കുന്ന സ്ഥലവും. ഈ വസ്തുവിൽ 1891 മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്ദ്യ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് ദ്വിതീയൻ തിരുമേനി തിരുവിതാംകൂർ രാജാവിന് അപേക്ഷ കൊടുത്ത് പെർമിറ്റ് വാങ്ങി പണിഞ്ഞ പള്ളിയാണ്. 1963 മാർ ബസേലിയോസ് സ്മാരക മന്ദിരം പണിയുന്നതിനെ അനുവാദത്തിനായി അപേക്ഷ നൽകിയത് ഈപ്പനച്ചൻ കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയ്ക്കായിരുന്നില്ല. അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തയും കാതോലിക്ക ബാവയുമായിരുന്ന പരിശുദ്ധ മാർ ബസേലിയസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയിൽ നിന്നാണ് അനുമതി വാങ്ങിയത്. 2017 സെന്റ് ജോർജ് ഹാൾ സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിന് പരിശുദ്ധ ബസേലിയസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ അനുമതിയോടെയാണ് നിർമ്മാണം ആരംഭിച്ചത്. വസ്തുവിൻ്റെ ഉടമസ്ഥനായ മലങ്കര മെത്രാപ്പൊലീത്തയുടെ അനുവാദം വാങ്ങാതെ മുൻ വികാരി ഡോക്ടർ ജോസഫ് സാമുവൽ കറുകയിൽ കോറെപ്പിസ്കോപ്പോ ഒപ്പുവെച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അപേക്ഷ നൽകി. എന്നാൽ 16/10/2024 സ്ഥാനമൊഴിഞ്ഞ വികാരി 26/10/2024 11/11/2024 തുടർന്ന് അപേക്ഷകളും അനുബന്ധ രേഖകളും കോർപ്പറേഷനിൽ സമർപ്പിച്ചു. ഇത് സഭാ ഭരണഘടനയുടെ ലംഘനമാണ്. ഇതേക്കുറിച്ച് സഭാ നേതൃത്വം സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടതാണ്. വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ അവകാശമില്ലാതെ നൽകിയ അപേക്ഷ തിരുവനന്തപുരം കോർപ്പറേഷൻ നിരസിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെ പൈതൃക സംരക്ഷണ വിഭാഗത്തിൻ്റെയും സഭാപിതാക്കന്മാരുടെയും ഇടവക പൊതുയോഗത്തിൻ്റെയും അനുമതി വാങ്ങി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ പള്ളിയുടെ നവീകരണം പൂർത്തിയാകുമായിരുന്നു. സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് അനുവാദം വാങ്ങാമെന്ന അഹങ്കാരവും ശാഠ്യവും മൂലം പെർമിറ്റ് ലഭിക്കാത്തതിനെ ഇടവക വിശ്വാസികളുടെ പേരിൽ പഴിചാരി രക്ഷപ്പെടാനാണ് കൈസ്ഥാനിയും പിണിയാളുകളും ശ്രമിക്കുന്നത്. 4 വർഷമായി സ്വയം കാട്ടിക്കൂട്ടുന്ന ഭരണവീഴ്ചകൾക്ക് മറ്റുള്ളവർ എന്തു പഴിച്ചു? ആളും അർത്ഥവും കൂടെയുണ്ടെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തെളിയിച്ച് കാണിക്കണം. സെന്റ് ജോർജ് ഹാൾ പണിയെ സംബന്ധിക്കുന്ന കണക്കുകളും രേഖകളും കൺവീനർ നൽകാത്തതുമൂലം ഓഡിറ്റ് നടത്താൻ സാധിക്കുന്നില്ലെന്നാണ് കൈസ്ഥാനിയുടെ കരച്ചിൽ. ടെക്നിക്കൽ ഓഡിറ്റ് പൊതുയോഗം അംഗീകരിച്ചിട്ടുണ്ടെന്നും ആയതിൽ വൻ അഴിമതിയുണ്ടെന്നുമാണ് കൈസ്ഥാനിയുടെ കണ്ടെത്തൽ. ആ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത് 3 ഗ്രൂപ്പുകളും ചേർന്ന് ഭരണം നടത്തിയിരുന്ന കാലത്താണ്. പീസ് ഫോറത്തിൻ്റെ ട്രസ്റ്റിമാരായിരുന്ന 3 പേരായിരുന്നു ആ കാലയളവിൽ. AG മാത്യു, കുര്യൻ മാത്യു, ജോർജ് തോമസ് എന്നിവരായിരുന്നു. അന്ന് പീസ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് രാജൻ പണിക്കരായിരുന്നു. കുറുക്ക് വഴിയിലൂടെ സ്വന്തം അളിയനെ പീസ് ഫോറത്തിൻ്റെ നോമിനിയായിട്ടാണ് കൈസ്ഥാനിയുടെ സ്ഥാനത്താക്കിയത്. കൈസ്ഥാനി ഇപ്പോൾ സഭാ ഭരണഘടനയെയും സഭയെയും അവഹേളിക്കുന്നതിൽ ഇടവക ജനങ്ങൾക്കും അമർഷമുണ്ട്. പണി നടത്തുമ്പോൾ ഓരോ നിർമ്മാണ സാമഗ്രികളും സബ് കമ്മിറ്റി കൂടി തീരുമാനിച്ച് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി മാനേജിംഗ് കമ്മിറ്റിയിൽ ആ മിനിറ്റ്സ് വായിച്ച് അംഗീകാരം വാങ്ങിയ ശേഷമാണ് എല്ലാം വാങ്ങിയിട്ടുള്ളതും പണി നടത്തിയിട്ടുള്ളതും. സാധനം സപ്ലൈ ചെയ്യുന്ന പാർട്ടിയുടെ ബില്ല് കൺവീനർ ഒപ്പിട്ട് കൈസ്ഥാനിക്ക് നൽകും. തുടർന്ന് കൈസ്ഥാനിയും വികാരിയും ചേർന്ന് ഒപ്പിട്ടാണ് ചെക്കുകൾ നൽകിയിരുന്നത്. പണി നടത്തിയ 4 വർഷത്തെയും കണക്ക് ആ കാലയളവിലെ മാനേജിംഗ് കമ്മിറ്റി പാസ്സാക്കി. ഇൻറ്റേർണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും നടത്തി പൊതുയോഗം പാസ്സാക്കിയിട്ടുള്ളതാണ്. ജോർജ് തോമസ് കൈസ്ഥാനിയായ 2021-22 കാലയളവിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയിട്ടുള്ളത്. ജോർജ് തോമസ് വീണ്ടും കൈസ്ഥാനിയായപ്പോൾ ദുഷ്ടലാക്കോടെ കൺവീനറെ താറടിക്കാൻ നടത്തിച്ചതാണ് ടെക്നിക്കൽ ഓഡിറ്റ്. അതുതന്നെ 4 തവണ തൻ്റെ ഇംഗിതങ്ങൾക്കനുസരണമായി മാറ്റം വരുത്തിയെടുത്ത കൈസ്ഥാനിയാണ് ജോർജ് തോമസ്. ആ 4 കണക്കുകളും മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭദ്രാസന മെത്രാപ്പൊലീത്ത പ്രസ്തുത നിർമ്മാണം സംബന്ധിച്ച കണക്ക് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തണമെന്ന് കൽപ്പനയിലൂടെ നിർദ്ദേശം നൽകിയപ്പോൾ അത് സംബന്ധിച്ച വൗച്ചറുകളും കണക്കുകളും കാണാനില്ലെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ആദായ നികുതി വകുപ്പിൻ്റെയും മലങ്കര സഭയുടെ ചർച്ച് അക്കൗണ്ട്സ് കമ്മിറ്റി മാനുവൽ പ്രകാരവും നിർമ്മാണത്തിൻ്റെ വൗച്ചറുകളും കണക്കുകളും 10 വർഷം വരെ സൂക്ഷിക്കണമെന്ന വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ അപ്രകാരം സൂക്ഷിക്കേണ്ടത് കൈസ്ഥാനിയുടെ ചുമതലയായിരുന്നു. ഈ ഗുരുതരമായ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ടെക്നിക്കൽ ഓഡിറ്റ് നടത്തിയത്. പ്രസ്തുത വൗച്ചറുകളും കണക്കുകളും കത്തിച്ചു കളഞ്ഞുവെന്നും ചില കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 5 വർഷമായി തുടരുന്ന കൈസ്ഥാനിയുടെ കഴിവില്ലായ്മയാണ് വ്യക്തമാക്കുന്നത്. സെന്റ് ജോർജ് ഹാൾ സമുച്ചയത്തിൻ്റെ തുടർ നിർമ്മാണം നടത്തുവാൻ ഒരു ശ്രമവും നടക്കുന്നതായി കാണുന്നില്ല.
താഴത്തെ 2 നിലയിൽ പാർക്കിങ്ങും 3 നിലയിൽ ഹാളും ഗസ്റ്റ് റൂമും 3 അച്ഛന്മാർക്കുള്ള പാഴ്സനേജുകളും ഓഫീസ് തുടങ്ങിയ 5 നില കെട്ടിടം പണിയണമെന്നാണ് പൊതുയോഗ തീരുമാനം. അതിനുള്ള പ്ലാൻ തയ്യാറാക്കി 8 കോടി രൂപ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് ഇടവക ജനങ്ങളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ചത്. മുകളിലോട്ടുള്ള പണി നടത്താതെ ആ തുക ദൂർത്തടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാവയെയും ഭദ്രാസന മെത്രാപ്പൊലിത്തയെയും മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്ന തിരക്കിലാണിപ്പോൾ കൈസ്ഥാനി. ഒപ്പം സ്വന്തം ഭരണഘടന ഉണ്ടാക്കി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഭേദഗതിക്ക് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആയതിന് മലങ്കര സഭ ഭരണഘടനാ നവതി ആഘോഷം എന്ന പേരിൽ ഒരു പ്രഹസനവും. കോടതിയിൽ കേസുകൾ നോക്കണം, വക്കീലിന് ഫീസ് കൊടുക്കാൻ പണം സംഘടിപ്പിക്കണം. കൈസ്ഥാനിയുടെ അധികാരവും ചുമതലയും എത്ര സങ്കീർണം. ഈ വർഷത്തെ മാനേജിംഗ് കമ്മിറ്റിയുടെ ചുമതലയിൽ ഒരു കഞ്ഞിയും അപ്പവും കറിയും വെച്ച് നൽകിയതോടെ കഴിഞ്ഞു ഈ വർഷത്തെ ചുമതല. അപ്പോൾ പിന്നെ പള്ളിയിൽ കിടക്കുന്ന രൂപയെടുത്ത് നിരന്തരം ടൂർ പോയി കളയാമെന്ന് തീരുമാനിച്ചു. അത് നിർബാധം തുടരട്ടെ. ഈ വർഷം ക്രിസ്മസ് കരോളിന് ലഭിച്ച തുക നോട്ടീസിലുണ്ട്. എത്ര ക്യാൻസർ രോഗികൾക്ക് ഡയാലിസിസ് രോഗികൾക്കും തുക നൽകിയെന്ന് വിശദീകരണമില്ല. ഇതിനായുള്ള കമ്മിറ്റിയെയും വിശദാംശം ബോധ്യപ്പെടുത്തിയിട്ടില്ല. കരോളിലെ 4 ടീമിൻ്റെ അംഗങ്ങൾക്ക് യാത്രാ ചെലവ്, ഭക്ഷണ ചെലവ് ഇവയൊന്നും ചേർത്തിട്ടില്ല. ക്രിസ്മസിന് പാടാൻ പോയവർക്കും പിണിയാളുകൾക്കും ചേർത്ത് 150 പേർക്കും പെരുന്നാളിൻ്റെ വോളണ്ടിയേഴ്സിന് സഹകരിച്ച ഗ്രൂപ്പുകാർക്കും സെൻറ് ജോർജ് ഹാളിൽ വിരുന്ന് നൽകി സന്തോഷിപ്പിക്കുന്ന ആതിഥേയത്വ മര്യാദയും ധൂർത്തും കൈസ്ഥാനിയുടെ പണം ഉപയോഗിച്ചല്ലോ. കണ്ണീരിൻ്റെ പണമാണെന്ന ഓർമ്മ വേണം. 4 പേജുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നത് ഐക്യവേദി സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു അബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ വിവാഹം നടത്തിയത് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ചാണ്. കത്തീഡ്രൽ പള്ളിക്ക് ഒരു വിവാഹം നടത്തിയാൽ ലഭിക്കേണ്ട വിഹിതം ഒന്നും നൽകാതെ മറ്റൊരു സഭയിൽ വിവാഹം നടത്തിയതിന് നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പക്ഷേ ഇടവക ഡയറക്ടറിയിൽ മകൻ്റെയും മരുമകളുടെയും പേര് ചേർത്തിട്ടുമുണ്ട്. ഓർത്തഡോക്സ് വിശ്വാസിയാണെങ്കിൽ മകൻ മലങ്കര കത്തോലിക്ക പള്ളിയിൽ ചേർന്ന് വിവാഹം നടത്തി വീണ്ടും ഈ കത്തീഡ്രലിൽ മകനെയും മരുമകളെയും എങ്ങനെ അംഗമാക്കും? ഇതിന് കൂട്ടുനിൽക്കുന്ന വികാരിമാരും ഭരണസമിതി അംഗങ്ങളും ഒന്നിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും നടക്കും. ഇപ്പോൾ കൈസ്ഥാനിയുടെ നിയമോപദേഷ്ടാവല്ലേ അദ്ദേഹം? മാർ ബസേലിയോസ് സ്മാരക മന്ദിര കൗൺസിലിൽ അംഗമായിരിക്കുമ്പോഴാണ് ഭദ്രാസനത്തിന് നൽകാനുള്ള വിഹിതം നൽകേണ്ടെന്ന് തീരുമാനിച്ചതും കൊടുക്കുന്നതിനെതിരെ കേസ് കൊടുപ്പിച്ചതും. ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് മലർന്നു കിടന്ന് തുപ്പുകയാണോ? ഇങ്ങനെയുള്ളവർക്ക് സഭയോടും പിതാക്കന്മാരോടും എങ്ങനെ കടപ്പാടും ബഹുമാനവും ഉണ്ടാകും? സഭയുടെ സ്ഥാപനങ്ങളിൽ സ്വാധീനം ഉപയോഗിച്ച് ജോലി നേടി ആനുകൂല്യങ്ങൾ പറ്റി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രമുഖന്മാർ ഐക്യവേദിയുടെ തലപ്പത്തുണ്ട്. 40 വർഷം തിരുവനന്തപുരത്ത് താമസിച്ച് ജോലി ചെയ്തു വിരമിച്ചിട്ടും അംഗത്വമെടുക്കാതെ പല പള്ളികളിൽ മാറി മാറി ഓടി നടന്ന് അവസാനം സ്വാധീനം ഉപയോഗപ്പെടുത്തി അംഗങ്ങളായവരുമുണ്ട്. പള്ളിക്ക് നൽകേണ്ട ദശാംശത്തിൽ നല്ലൊരു തുക ഇവരുടെ സ്ഥിര നിക്ഷേപത്തിൽ കാണും. ഇവരെല്ലാമാണ് സഭയെയും പിതാക്കന്മാരെയും ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്നത്. ഇവരുടെയൊക്കെ സംഭാവന കൊണ്ടാണോ സഭ ഇത്രയും വളരുന്നത്, വളർച്ച പ്രാപിക്കുന്നത്? സൺഡേ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നവരൊക്കെ യോഗ്യതയില്ലാത്തവരാണെന്നാണ് ഭരണസമിതിയുടെ ഭാഷ്യം. യോഗ്യതയുള്ള ഇടവക ഐക്യവേദിയുടെ മുൻ കമ്മിറ്റി അംഗവും ഐക്യവേദി ഇലക്ഷൻ കമ്മിറ്റി കൺവീനറുമായ സജി ചെറിയാനെ പോലുള്ളവരെയും മറ്റ് മിടുക്കന്മാരെയും മിടുക്കുകളെയും സൺഡേ സ്കൂൾ അധ്യാപകരാക്കാൻ വികാരിയോട് ആവശ്യപ്പെടാവുന്നതാണ്. മേൽപ്പറഞ്ഞവർ സൺഡേ സ്കൂളിന് മുതൽക്കൂട്ടാകും. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായ ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഓർത്തഡോക്സ് പൈതൃകം 1975-ലധികം വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന പീഡനങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നേറുന്നു. പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസോസ് ദ്വിതീയൻ മെത്രാപ്പൊലീത്തയാൽ സ്ഥാപിതമായ പരിശുദ്ധ ദേവാലയം മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് വ്യക്തി താൽപ്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് സഭയെയും വൈദികരെയും മേൽപ്പട്ടക്കാരെയും കുറ്റപ്പെടുത്തിയും പരിശുദ്ധ കാതോലിക്ക ബാവയെപ്പോലും കേസിൽ കുടുക്കി ഇടവകാംഗങ്ങളെ അധിക്ഷേപിച്ചുള്ള കുബുദ്ധികളുടെ പ്രസ്താവനകൾ തികച്ചും പ്രതിഷേധാർഹമാണ്.